സർ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സൗത്ത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. പാകിസ്ഥാൻ സെമിനാർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ പഹൽഗാം അറ്റാക്ക് നടന്നതിന് ശേഷം ഇന്ത്യക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം പാകിസ്ഥാനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സെമിനാർ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റും സാറേ? അല്ല, നമുക്കെന്നല്ല, ഉം. ഈ മാനവികതയിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ പറയുന്ന സ്ഥാപനത്തിന് ധനസഹായം കൊടുത്തിരിക്കുന്നത് ലക്ഷ്മി മിത്തൽ എന്ന് പറയുന്ന ഇന്ത്യക്കാരനാണ്. എന്തോ സ്റ്റീലിൻ്റെ അതെ അതെ, വലിയ പ്രമുഖരായ വ്യവസായിയാണ്. പ്രമുഖരായ വ്യവസായികളാണ്. അദ്ദേഹമാണ് ഇതിന് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. ഈ അമേരിക്കയിലെയും യൂറോപ്പിലെയും സർവകലാശാലകൾ നമ്മൾ സാധാരണ രീതിയിൽ കരുതുന്ന രീതിയിൽ ഉം. ഇങ്ങനെ ഈ സർക്കാരിൻ്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല. സർക്കാരിൻ്റെ വളരെ ചെറിയ ഫണ്ടേ ഉണ്ടാവുള്ളൂ. മിക്കവാറും അത് പ്രവർത്തിക്കുന്നത് സ്വകാര്യ സംരംഭകർ കൊടുക്കുന്ന ധനസഹായത്താലാണ്. ഇപ്പോൾ സിനിജിക്ക് കാശ് കുറേ അധികം ഉണ്ടാവുകയും അതിൻ്റെ നെകളിപ്പ് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഒരു വലിയ തുക, ബില്യൺസാണ് ഡോളർ, അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സിനിജി ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ സമ്മതിക്കും. സിനിജിയുടെ പേരിൽ അവിടെ ഒരു ഫോട്ടോ വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സിനിജിയുടെ പേരിൽ ഫെല്ലോഷിപ്പ്, സ്കോളർഷിപ്പ് ഒക്കെ ഇതിൽ നിന്ന് കൊടുക്കും. യൂണിവേഴ്സിറ്റിക്കുള്ളിനകത്ത്. അതിപ്പോൾ ഇവിടെയൊക്കെ വരാൻ പോവുകയാണത്. അല്ല, അതിൽ തെറ്റില്ല. അങ്ങനെയാണ് അത് നടന്നു പോകുന്നത്. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മെയിൻ സ്ട്രീം ഉണ്ട്. അത് ബ്രില്യൻസിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്. അതാണ് ഇത് മെയിൻ. പക്ഷെ അവരെയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കിട്ടുന്ന പൈസയിൽ നിന്നാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. കാരണം ഇത് വലിയ ഫണ്ടാണ് അവിടെ കിടക്കുന്നത്. ചില ഈ മൾട്ടി ബില്യൺ ഡോളറാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത്. വലിയ ഇപ്പോൾ മിത്തൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിത്തലിന് കിട്ടുന്നൊരു ലാഭം എന്താണെന്ന് വെച്ചാൽ, മിത്തലിൻ്റെ എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരിൽ കുറേ പേർക്ക് ഹാർവാർഡിൽ നിന്ന് ഈ ബിസിനസ് മാനേജ്മെൻറ്റിലുമൊക്കെ ചില ഡിഗ്രികൾ കിട്ടിയിട്ട് പുറത്തു വരും, ട്രെയിനിങ് കിട്ടിയിട്ട് പുറത്തു വരും. ബാക്കിയൊക്കെ പൈസ മുഴുവൻ ഇയാളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് ഇത്ര ഫോർമർ ഹാർവാർഡിയൻസ് ഉണ്ടെന്ന് പറയാം. രണ്ടു കൂട്ടർക്കും ലാഭമുണ്ട്. പക്ഷെ അവിടെ ഈ പ്രാവശ്യം സംഘടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങളെ വെള്ളപൂശി മഹത്തരമാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു സെമിനാറാണ് സംഘടിപ്പിച്ചത്. അവിടെയാണ് അപകടം. അതെപ്പോൾ? ഈ പഹൽഗാമിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം. എന്തായാലും ശരിയാണല്ലോ, ഒരു രാജ്യം മതത്തിൻ്റെ പേരിൽ ആളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഒരു രാജ്യം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? കാരണം ടെററിസ്റ്റുകൾക്ക് പരിശീലനം കൊടുത്ത് അവരെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ ഒരു സംവിധാനമായി ഒരു റോഗ് നേഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ഒരു തെമ്മാടി രാജ്യമായി മാറിയിട്ടുള്ളതാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ എന്തുകൊണ്ട് തെമ്മാടി രാജ്യം എന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെററിസ്റ്റുകൾക്ക്, തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെ തെമ്മാടി രാജ്യം എന്നല്ലാതെ പിന്നെ എന്ത് വിശേഷിപ്പിക്കും? പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇത് പരസ്യമായിട്ട് സമ്മതിക്കുകയും ചെയ്ത്, ഞങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് തീവ്രവാദികളെ ഞങ്ങൾ ശരിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അപ്പോൾ ആ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഈ പ്രചരണം നടത്തുന്നതിന് ഫണ്ട് കൊടുത്തിരിക്കുന്നത് ലക്ഷ്മി മിത്തൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ് എന്നതാണ് ഇതിനകത്ത് നാണക്കേടുണ്ടാക്കുന്ന ഒരംശം. ഈ സംഭവം പുറത്തു വരുന്നത് ഏപ്രിൽ 29 അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ 2 വിദ്യാർത്ഥികൾ, സുരഭി തോമർ ആൻഡ് അഭിലാഷ് ചൗധരി, ഇവർ 2 പേരും കൂടി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു പരാതി കൊടുത്തു. കാരണം ഇങ്ങനെ നിരപരാധികൾ, ഇപ്പം നമ്മുടെ ഇവിടെ മരിച്ചിട്ടുള്ള രാമേന്ദ്രനോട് ആ കൊന്നവർക്ക് ഒരു വൈരാഗ്യമില്ലേ? ഇല്ല, മുമ്പ് കണ്ടിട്ട് പോലുമില്ല. തീർത്തും അപരിചിതനായ ഒരാളാണ്, ഒരു വൈരാഗ്യവുമില്ലാത്ത ഒരാളാണ്
യാതൊരു മനഃശാഞ്ചല്യവുമില്ലാതെ അയാളുടെ മതം മാത്രം നോക്കി വെടിവെച്ച് കൊല്ലുമ്പോൾ വൈരാഗ്യം ആ വ്യക്തിയോടല്ല, അയാളുടെ മതത്തോടാണ് എന്നുള്ളതാണ് വസ്തുത. വ്യക്തമായില്ലേ? അതെ. കാരണം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളുടെ പേര് ചോദിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അയാളുടെ ലിംഗനിർണയം നടത്തുന്നു. ആ ലിംഗനിർണയം നടത്തിയതിന് ശേഷം, ലിംഗനിർണയം വേറെ അർത്ഥമല്ല ഉപയോഗിക്കുന്നത്, ഞാനിവിടെ സഭ്യമായൊരു വേറൊരു വാക്കില്ലാത്ത കാരണം ഇത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അയാളുടെ മതം അസേർട്ട് ചെയ്തതിന് ശേഷം അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇയാളോട് ഇയാളെ അറിയില്ല, ഇയാളുടെ വ്യക്തിപരമായ വൈരാഗ്യമില്ല, അയാളെ കൊന്നെത്തിയായിട്ട് ഇയാൾക്കൊന്നും വ്യക്തിപരമായിട്ട് നേടാനില്ല. പക്ഷെ അയാളുടെ മതം ഉള്ളതുകൊണ്ട് അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ഇതിനെയാണ് വർഗീയ തീവ്രവാദം എന്ന് പറയുന്നത്. ആ വർഗീയ തീവ്രവാദികളെ പരിശീലിപ്പിച്ച് അവരെ ഇമ്പോർട്ട് ചെയ്തും, ഇത് പരിശീലനം വേണ്ടവരാ, അത് കഴിഞ്ഞ് അവരെ പരിശീലിപ്പിച്ച് പ്രോഡക്റ്റാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ തെമ്മാടി രാജ്യം എന്നേ വിശേഷിപ്പിക്കാൻ പറ്റൂ. ആ തെമ്മാടി രാജ്യത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷ്മി മിത്തലിൻ്റെ ഫണ്ട് ഉപയോഗിച്ചത് എന്നുള്ള കാര്യമാണ്. മിത്തൽ അതിന് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിത് കാശ് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല എന്ന്. അതൊരു എക്സ്ക്യൂസ് അല്ല. കൊടുക്കുന്ന പണം ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നു അറിയണോ? പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ അക്കാഡമിക് ഫ്രീഡത്തിൻ്റെ ഭാഗമല്ല. അക്കാഡമിക് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് ഇവിടെ വാദിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തും ചെയ്യാനുള്ള അവകാശം ലോകത്ത് ഒരാൾക്കും ഒരു സംവിധാനത്തിലും അനുവദിക്കാൻ സാധ്യമല്ല. നിങ്ങൾ എന്തും ചെയ്യാനുള്ള അവകാശം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ നിങ്ങളോട് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുന്നു, നിങ്ങൾ എനിക്കൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് തരുന്നു. ഇത് നിങ്ങൾ എനിക്ക് വിഷം തരില്ല എന്ന വിശ്വാസത്തിലാണ് ഞാൻ കുടിക്കുന്നത്. കാരണം വെള്ളം ചോദിക്കുന്നവന് വെള്ളം കൊടുക്കുന്നത് ഒരു ക്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ എന്തും ചെയ്യാൻ അവകാശം നിങ്ങൾക്കുണ്ടെന്ന് വെക്ക്, നിങ്ങൾ എന്ത് തരും എന്ന് ഞാൻ എങ്ങനെ കരുതും? വെള്ളം ചോദിച്ചാൽ വെള്ളം തന്നെ ഒന്നുണ്ടാ? ഇല്ല. വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥിതിക്ക് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷവും കൂടി തരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ. അപ്പോൾ പിന്നെ എന്താ കാര്യം? അങ്ങനെ ഒരു സമൂഹത്തിൽ അരാജകത്വമായിരിക്കും ഫലം, അവിടെ ജീവിതം സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾ പറയുന്ന അക്കാദമിക് ഫ്രീഡം ആണെങ്കിലും റെഗുലേറ്റഡ് ആണ്. അൺറെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രീഡം ലോകത്ത് സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മനോഹരമായ നിർവചനം നൽകിയിട്ടുള്ള ഇന്ത്യയാണ് ആത്മനിയന്ത്രണമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിച്ച് നിർത്താനുള്ള അവകാശമാണ് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. ഈ ആത്മനിയന്ത്രണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കും ബാധകമാണ്, കേരളത്തിലെ സർവകലാശാലകൾക്കും ബാധകമാണ്. അക്കാഡമീഷ്യനായതുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ? അങ്ങനെയൊന്നുമില്ല. അക്കാഡമീഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക്. എന്താണ് ഇയാളുടെ അക്കാഡമിക്? ഇയാൾക്ക് എന്ത് ചെയ്യാനുള്ള അവകാശം ആര് കൊടുത്തു? ഇല്ല. ഒരു ശരാശരി പൗരന് അവകാശപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളെ ഏത് അക്കാഡമീഷ്യനും അവകാശപ്പെടാൻ കഴിയൂ. അല്ലാതെ എനിക്ക് അക്കാഡമീഷ്യനാണ്, എനിക്ക് വേണ്ടി ഭരണഘടനയിൽ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. ഭരണഘടനയിലെ നിയമം സിനിജിക്കും എനിക്കും സുനിലിനും ഉള്ള എല്ലാവർക്കും ഒരേപോലെ ബാധകമാകുന്ന നിയമം ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു നിയമത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഹാർവാർഡും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഹാർവാർഡിൽ എന്തും ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല, വെറും തെറ്റിദ്ധാരണ വരുത്തുന്നതാണ്. അമേരിക്കക്കെതിരെ നിങ്ങൾക്കൊരു സാധനം ചെയ്യാൻ പറ്റുമോ അവിടെ? ഒരിക്കലും പറ്റില്ലല്ലോ. അമേരിക്ക നശിക്കട്ടെ എന്നും പറഞ്ഞൊരു കാര്യം ഹാർവാർഡിൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്നേ ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാകില്ല. കാരണം അത് അനുവദിക്കാനും പറ്റില്ല. എങ്ങനെ അനുവദിക്കാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് അക്കാദമിക് ഫ്രീഡത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ പിന്നെ എന്താണ്? പ്ലാൻഡ് മൂവാണ്. കാരണം ഇവിടെ ഇത് സംഭവിക്കുമ്പോൾ അവിടെ അത് ചെയ്ത് ലോകവേദിയിൽ പാകിസ്ഥാനെ വെള്ളപൂശി നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ലക്ഷ്മി മിത്തൽ
ഇടയാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന് ഇതൊന്നും ഞാനിത് പറയുന്നതല്ലാതെ എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയുന്നതിന് അങ്ങോട്ട് മുഖവിലക്കെടുത്തിട്ട് വിഴുങ്ങാൻ നമുക്ക് സാധ്യമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ ആ സംവിധാനം അയാൾ പിരിച്ചുവിടാൻ തയ്യാറാകണ്ടേ, അല്ലെങ്കിൽ അതിലുള്ളവരെ മാറ്റണ്ടേ? ആരെയും ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഈ നിലപാടിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കില്ല. ഓരോ ഭാരതീയനും അതിൻ്റെതായ അത് അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു അപരാധവും ചെയ്യാത്ത മനുഷ്യര്, ഒരു പരിചയവുമില്ലാത്ത മനുഷ്യര്, നമുക്കൊരാളെ തല്ലണമെങ്കിലോ തെറി പറയണമെങ്കിലോ എന്തെങ്കിലും ഒരു ഇത് വേണ്ട, ഒരു പരിചയമില്ലാത്ത ഒരാളാണ് മതത്തിൻ്റെ പേരിൽ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പരെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവൻ ഏത് ചെറ്റയായാലും അവനെ എന്ത് വിളിക്കണം? ലുംബൻ എന്നേ വിശേഷിപ്പിക്കാൻ പറ്റും. മാർക്സ് ഇന്ത്യൻ ടെർമിനോളജി ലുംബൻ, അവനാണ് ലുംബൻ. മലയാളത്തിൽ അതിനെ മലയാളീകരിക്കണമെങ്കിൽ ചെറ്റ എന്ന് പറയാൻ പറ്റും. ആ ലുംബനിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹാർവാർഡിൽ നടന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട് അക്കാഡമിക് ലുംബനിസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.